ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ബിഗിനേഴ്സിന് പോലും വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്യാൻവാസ് ഉപയോഗിച്ച് നെക്ക് ഫിനിഷ് ചെയ്യാം എന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ ഓൾറെഡി നെക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്രണ്ട് പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചിലും വീതി എടുത്തിരിക്കുന്നത് 3 ഇഞ്ചിലാണ് കേട്ടോ. ഒരുപാട് കൺഫ്യൂഷനോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ബിഗിനേഴ്സിന് പോലും ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും പെട്ടെന്ന് തന്നെ ഈ ഒരു നെക്ക്, അതായത് ക്യാൻവാസ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ക്യാൻവാസിൻ്റെ പീസും അതുപോലെ സെയിം മെറ്റീരിയലിലുള്ള ഒരു പീസ് കൂടിയാണ് കേട്ടോ. ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത് 9 ഇഞ്ചിലാണ്. അതുപോലെ തന്നെ നീളം 9 ഇഞ്ചിലും എടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിൻ്റെ നെക്കിൻ്റെ ഇറക്കം വന്നിരിക്കുന്നത് 5 ഇഞ്ചിലാണ്. അപ്പോൾ അതിൽ കൂടി ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എങ്കിലും നമ്മൾ എടുത്തിരിക്കണം. ഇറക്കം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ വീതി വന്നിരിക്കുന്നത് 3 ഇഞ്ചിലാണല്ലോ. അപ്പോൾ അതായത് ടോട്ടൽ 6 ഇഞ്ചിലാണ്. അപ്പോൾ നമ്മൾ അതിൽ കൂടി 3 ഇഞ്ച് എക്സ്ട്രാ കൂട്ടിയിട്ട് 9 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ 2 സൈഡും ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. കറക്റ്റ് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ഇറക്കം 7 ഇഞ്ചിലും അതുപോലെ വീതി 9 ഇഞ്ചിലുമാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ക്ലോത്തും അതുപോലെ ക്യാൻവാസും കുറച്ച് എക്സ്ട്രാ വന്നത് കൊണ്ടാണ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മൾ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന പീസിൻ്റെ ചീത്ത വശമാണ് വെച്ച് കൊടുക്കേണ്ടത്. അതായത് നിങ്ങൾ കാണുന്നതാണ് ആ പീസിൻ്റെ നല്ല വശം. ആ നല്ല വശത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ടോപ്പിൻ്റെ നല്ല വശം ഫേസ് ടു ഫേസ് ഇതുപോലെ വെച്ച് കൊടുക്കുക. കറക്റ്റായിട്ട് 2 സൈഡും ഓരോ ഇഞ്ചെങ്കിലും ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലെ നെക്ക് വലിച്ചു പിടിക്കാതെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ച് സേഫ്റ്റി പിന്നു കൂടി കുത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ പിന്ന് കുത്തി കൊടുത്ത ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് വേണം നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ ടോപ്പ് ഓൾറെഡി നെക്ക് കട്ട് ചെയ്തെടുത്തതാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ സൈഡിലൂടെ 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലത്തെ ആ ബീഡ്സൊക്കെ ഒന്ന് ഊരി മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ ബാലൻസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കളയണം. അതായത് ആ ക്യാൻവാസും നമ്മൾ ആ എടുത്തിരിക്കുന്ന പീസിൻ്റെയും ആ ഉൾവശം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. കട്ട് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഓരോ ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ചിൽ കൊള്ളാതെ തന്നെ ഓരോ കട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൺ മെറ്റീരിയൽ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കറക്റ്റ് വൃത്തിക്ക് തന്നെ ചുളിവുകളൊന്നും ഇല്ലാതെ കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതിന് ശേഷം വേണം നിങ്ങൾ മെറ്റീരിയൽ മാറിയിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് കേട്ടോ. ഇനി ഈ പീസിനെ നമുക്ക് ടോപ്പിൻ്റെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ആ പീസിൻ്റെ എല്ലാ വശവും ഉള്ളിലേക്ക് പോകുന്ന രീതിക്ക് നമുക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ബിഗിനേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാത്തുണ്ടെങ്കിലും അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും സജഷൻസും നമുക്ക് കമൻസായിട്ട് അറിയിക്കുക. നല്ല രീതിക്ക് തന്നെ ഇതുപോലെ ആ പീസിനെ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ല വൃത്തിക്ക് തന്നെ ഒന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലൂടെ വേണം ഒരു സ്റ്റിച്ച് കൂടി പതിച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നെക്ക് നല്ല വൃത്തിയായിട്ട് തന്നെ സൂപ്പറായിട്ട് കിടക്കും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആ മുകളിൽ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് താഴെ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ക്യാൻവാസ് അവിടെ നല്ല വൃത്തിയായിട്ട് തന്നെ സ്റ്റിഫായിട്ട് അവിടെ കിടന്നോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എങ്കിലാണ് നമുക്ക് ബാലൻസ് പീസ് കട്ട് ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് നിൽക്കുള്ളൂ. ഉൾവശം ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ മറ്റേ പീസിൻ്റെ മുകളിലൂടെ വേണം നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ നെക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ചും അതുപോലെ തന്നെ 1 ഇഞ്ച് നീക്കിയിട്ട് നമ്മൾ വേറൊരു സ്റ്റിച്ചും കൂടി അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിൽ ഒരു അടിപൊളി ക്യാൻവാസ് ഉപയോഗിച്ചിട്ടുള്ള നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഉൾവശത്തുള്ള ബാലൻസ് ക്യാൻവാസും ആ തുണിയും ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ ആ ക്യാൻവാസും ബാക്കി പീസും വേണം കട്ട് ചെയ്ത് കളയാനായിട്ട് കേട്ടോ.
ഒന്നും സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ ഇതുപോലെ കൺഫ്യൂഷൻ ഇല്ലാതെ, അതുപോലെ ക്യാൻവാസ് അയൺ ചെയ്യാതെ, മെഷർമെൻറ്റിൻ്റെ കാര്യത്തിൽ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ഡിസൈനൊന്നും കൊടുക്കാതെ തന്നെ നമ്മൾ റൗണ്ട് നെക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ബാക്കി എല്ലാ മോഡൽസും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർ കമൻറ്റ് ചെയ്യുക. അങ്ങനെ കണ്ടില്ലേ, നല്ല നീറ്റ് ആൻഡ് ഫിനിഷിങ്ങിൽ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ നെക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഉൾവശം ആണെങ്കിൽ നല്ല വൃത്തിയിൽ കിടക്കും, അതുപോലെ മെയിൻ ഭാഗവും നല്ല വൃത്തിയിൽ തന്നെ കിടക്കും കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ഒന്ന് കയറി കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ ഒന്ന് കയറി കാണുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.